രാജീവ് കിരണിനെ വിളിച്ച് ഗൗരിയോട് ദേവന്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു. ഗൗരി പേടിച്ച് പേടിച്ച് ദേവന്റെ ക്യാബിന് മുന്നിൽ ചെന്ന് ഡോറിൽ മുട്ടിയതിനു ശേഷം അകത്തേക്ക് കയറി. ഗൗരിയുടെ പേടിച്ചുള്ള മുഖഭാവം കണ്ട് രാജീവിന് വല്ലാതെ സഹതാപം തോന്നി. രാജീവ് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരാശ്വാസം അവൾക്കുണ്ടായി. ഗൗരിയെ കണ്ടതും ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു, "ഈ കമ്പനിയിൽ എന്തെല്ലാം വർക്കുകളാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് നിനക്കറിയില്ലേ?" അവൾ ദേവനെ ഒന്ന് നോക്കിയതിനു ശേഷം മുഖം കുനിച്ചു നിന്ന് പറഞ്ഞു, "അറിയാം." "എന്നിട്ടാണോ ഇവിടെ ചെയ്തു കൊടുക്കാത്ത വർക്കുകൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് നീ കൊട്ടേഷൻ ഉണ്ടാക്കിയത്?" ദേവൻ ചോദിച്ചു. ദേവന്റെ മുഖത്തു നോക്കാൻ അവൾക്ക് വല്ലാതെ പേടി തോന്നി. മുഖം കുനിച്ചു നിന്നുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, "അവരുടെ എല്ലാ വർക്കും ഒരു കമ്പനി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ..." അവൾ പറഞ്ഞു തീരുമ്പോഴേക്കും ദേവൻ ദേഷ്യത്തോടെ അലറി, "ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ അപ്പോഴേക്കും തീരുമാനമെടുക്കാൻ നീ ഇവിടുത്തെ ആരാ? ആരോട് ചോദിച്ചിട്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്?" ദേവൻ ഒച്ചയെടുത്തപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അത് കണ്ട് രാജീവിന് വല്ലാതെ സങ്കടം തോന്നി. അവൻ പറഞ്ഞു, "സർ, ഗൗരി കസ്റ്റമറെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടും വിളിച്ച് സംസാരിച്ചു. വർക്ക് നഷ്ടപ്പെടേണ്ടെന്ന് കരുതിയല്ലേ അവൾ ഇങ്ങനെ ചെയ്തത്. എന്ന് കരുതി ഇവിടെ ചെയ്തു കൊടുക്കാത്ത വർക്കുകൾ ചെയ്തു കൊടുക്കുക എന്ന് പറയാൻ ഇവൾ ആരാ? സ്വയം തീരുമാനമെടുക്കാൻ ഇവൾക്ക് എന്ത് അധികാരം ഉള്ളത്? കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കളയാൻ വേണ്ടി ഇതുപോലെ ഒരു സ്റ്റാഫിനെ ഇവിടെ ആവശ്യമില്ല. രാജീവ്, ഇവളുടെ കണക്ക് സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിട്ടേക്ക്." ദേവൻ പറഞ്ഞു. "സർ, ഒന്നുകൂടി ആലോചിച്ച്..." രാജീവ് പറഞ്ഞു. "രാജീവ് പറയുന്നത് കേട്ടാൽ മതി," ദേവൻ പറഞ്ഞു. "സർ, ഞാൻ കോശി..." എന്ന് ഗൗരി പറഞ്ഞപ്പോഴേക്കും ദേവൻ പറഞ്ഞു, "ഒരക്ഷരം മിണ്ടരുത്. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കളയാൻ ശ്രമിച്ചിട്ട് നിന്ന് പ്രസംഗിക്കണ്ട. ഇറങ്ങിപ്പോയി ഇവിടുന്ന്." അവൾ അവിടെ നിന്ന് കരയുന്നത് കണ്ട് രാജീവ് പറഞ്ഞു, "ഗൗരി വാ." അവൾ ക്യാബിൻ്റെ ഡോർ തുറന്ന് വേഗം അവളുടെ സീറ്റിൽ ചെന്നിരുന്ന് കൈകൾ കൊണ്ട് മുഖം അടച്ചു പിടിച്ച് ടേബിളിലേക്ക് തല വെച്ചിരുന്ന് കരഞ്ഞു. അത് കണ്ട് ദീപ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, "ഗൗരി, എന്താ പറ്റിയത്? എന്തിനാ കരയുന്നത്? ദേവൻ എന്തിനാ വഴക്ക് പറഞ്ഞത്?" അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ട് അഞ്ജലിയും നാൻസിയും അവളുടെ അടുത്തേക്ക് ചെന്നു. "എന്തൊരു അഹങ്കാരായിരുന്നു നിനക്ക്! ദേവൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച്. ഇപ്പോൾ എന്തായി? ദേവൻ തന്നെ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ?" നാൻസി പറഞ്ഞു. ദീപ ഗൗരിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, "ഗൗരി, എന്താ ഉണ്ടായി? എന്തിനാ ദേവൻ സാർ അങ്ങനെയൊക്കെ പറഞ്ഞത്?" "ഇവളുടെ അഹങ്കാരം ദേവന് മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ," അഞ്ജലി പറഞ്ഞു. "ഇനി ഇവിടെ കിടന്ന് ഷോ കാണിക്കാതെ ഇറങ്ങിപ്പോടി," നാൻസി പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി. മുഖം കഴുകിയതിനു ശേഷം അവളുടെ ബാഗ് എടുത്ത് അവിടെ നിന്നിറങ്ങി. ആദ്യം വന്ന ബസ്സിൽ തന്നെ അവൾ കയറി. ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. "മഹാദേവ, എന്തൊരു വിധിയാണ് എൻ്റേത്. ഒരു ജോലി കിട്ടിയാൽ പകുതി ആശ്വാസമായി എന്ന് വിചാരിച്ചു. ഏജൻസിയിൽ നിന്ന് പറഞ്ഞ ആദ്യ ജോലിക്ക് തന്നെ പോയി. ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഇങ്ങനെയായി. ഇനി ഞാൻ എന്താ ചെയ്യുക? ഏജൻസിയിൽ കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല. ജോലി പോയി എന്ന് ഇളയമ്മ അറിഞ്ഞാൽ ബസ്സിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിൻ്റെ കണക്ക് പറയും." കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഉച്ചനേരത്തെ വീട്ടിലേക്ക് കയറി വന്ന ഗൗരിയെ കണ്ട് പങ്കജം ചോദിച്ചു, "എന്താടി, നിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടോ?" അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. "നിക്കടി അവിടെ, നിന്നോടാ ചോദിച്ചത്. അവിടുന്ന് നിന്നെ പറഞ്ഞു വിട്ടോന്ന്?" പങ്കജം വീണ്ടും ചോദിച്ചു. അപ്പോൾ ഗൗരി മുഖം കുനിച്ച് അവിടെ നിന്ന് കരഞ്ഞു. അത് കണ്ട് പങ്കജം പറഞ്ഞു, "എന്ത് ജാതകാടി നിന്റെ! എവിടെ കയറി ചെന്നാലും അവിടെ നല്ല ആട്ടിവിടാൻ തോന്നുന്ന നശിച്ച ജന്മം." അത് കേട്ട് ഗൗരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് ഓടി. ഓഫീസിൽ ലഞ്ച് ബ്രേക്കിന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി എല്ലാവരും കേൾക്കാനായി പറഞ്ഞു, "അന്ന് ഞാൻ ദേവൻ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ദേവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങളെ ആയിരുന്നു പറഞ്ഞു വിടേണ്ടതെന്ന്, അല്ലേ? ഇപ്പോൾ ആരെ പറഞ്ഞു വിട്ടത്? ഇനി ചിലരെ കൂടെ ഇവിടുന്ന് പറഞ്ഞു വിടാനുണ്ട്. അതും കൂടെ വൈകാതെ നടക്കും," നാൻസി പറഞ്ഞു. "നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത്? പറ്റുമെങ്കിലൊന്ന് ചെയ്യ്. എങ്കിൽ പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫ്രീ ആയി വീട്ടുജോലി ചെയ്തു തരാം," ദീപ പറഞ്ഞു. "ചലഞ്ചാണോ?" അഞ്ജലി ചോദിച്ചു. "അതേന്ന് കൂട്ടിക്കോ," ദീപ പറഞ്ഞു. "എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ," അഞ്ജലി പറഞ്ഞു. ലഞ്ച് ബ്രേക്കിന് ശേഷം രാജീവ് ഓഫീസിലെത്തിയപ്പോൾ ദീപ രാജീവിൻ്റെ ക്യാബിനിലേക്ക് ചെന്ന് ചോദിച്ചു, "എന്താ ഉണ്ടായി രാജീവ്? എന്തിനാ ദേവൻ ഗൗരിയെ വഴക്ക് പറഞ്ഞത്?" രാജീവ് കാര്യങ്ങളെല്ലാം വിവരിച്ചു.
അവളുടെ ഉദ്ദേശം നല്ലതായിരുന്നു. പക്ഷേ രാജീവ് പറഞ്ഞു, ദേവൻ അല്ലെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ. ദേഷ്യം വന്നാൽ പിന്നെ അതിൻ്റെ നല്ല വശോ ചീത്തവശോ ഒന്നും ചിന്തിക്കില്ല. ഗൗരി ഒരു പാവായിരുന്നു, ദീപ പറഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? ദേവൻ സാർ തീരുമാനം എടുത്തു കഴിഞ്ഞില്ലേ? ടെർമിനേഷൻ ലെറ്റർ അടിച്ച് കണക്കും സെറ്റിൽ ചെയ്തു, രാജീവ് പറഞ്ഞു. ശരി രാജീവ്, ഗൗരി പോകുമ്പോൾ ഒന്നും പറഞ്ഞില്ല, നല്ല കരച്ചിലായിരുന്നു. അതാ രാജീവിനോട് വന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞ് ദീപ അവിടെ നിന്ന് പോയി. ദേവൻ ഓഫീസിലേക്ക് വന്നപ്പോൾ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി അഞ്ജലിയും നാൻസിയും ഒന്നും ചോദിക്കാൻ പോയില്ല. രാഘവൻ ചിട്ടിപ്പിരിവിന് ഇറങ്ങിയപ്പോൾ ഒരു ക്ലിനിക്കിന് മുന്നിൽ രാമകൃഷ്ണനെ കണ്ടു. എന്തുപറ്റി രാമകൃഷ്ണ? രാഘവൻ ചോദിച്ചു. രാഘവനെ കണ്ട് രാമകൃഷ്ണന് ദേഷ്യം വന്ന് പല്ലുകൾ കൂട്ടിത്തിരുമ്മി. എങ്കിലും ആ ദേഷ്യം പുറത്തു കാണിക്കാതെ അയാൾ പറഞ്ഞു, ഓ ഒന്നുമില്ല, ഒരു റൂട്ടീൻ ചെക്കപ്പ്. കണ്ടാൽ നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, രാഘവൻ ചോദിച്ചു. ഒന്നുമില്ലെന്നേ, തോട്ടത്തിൽ പണിക്കാരുണ്ട്, അവരുടെ കൂടെ നിൽക്കുന്നതല്ലേ. പോരാത്തതിന് വെയിലും, അതിൻ്റെയൊക്കെയാ ഒരു ക്ഷീണം, അത്രയേ ഉള്ളൂ, രാമകൃഷ്ണൻ പറഞ്ഞു. അടുത്ത മാസം കൂടി കഴിഞ്ഞു മതി കല്യാണം എന്നല്ലേ പറഞ്ഞത്? ഡേറ്റ് നിങ്ങൾ നോക്കി അറിയിക്കുമല്ലോ, രാഘവൻ ചോദിച്ചു. ഞങ്ങൾ നോക്കി അറിയിക്കാം. ആദ്യ ഭാര്യ മരിച്ച് ഒരു 6 മാസം കഴിഞ്ഞ് മതിയെന്ന് വിചാരിച്ചാ അടുത്ത മാസത്തേക്കാക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നടത്തായിരുന്നു, രാമകൃഷ്ണൻ പറഞ്ഞു. 6 മാസം കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ആൾക്കാരെന്തു പറയും, രാഘവൻ പറഞ്ഞു. ശരി, അധികം നിൽക്കാൻ വയ്യ, നല്ല ക്ഷീണമുണ്ട്, ഡേറ്റ് നോക്കി അറിയിക്കാം എന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ പോയി കാറിൽ കയറി. അപ്പോൾ രാഘവൻ അവിടെ നിന്ന് പോകുന്നത് കണ്ട് രാമകൃഷ്ണൻ മനസ്സിൽ ചിന്തിച്ചു, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, തൻ്റെ മകളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. വൈകുന്നേരം ദിയയും ദീപ്തിയും സ്കൂളിൽ നിന്ന് എത്തിയപ്പോൾ അവിടെ ഗൗരിയെ കണ്ട് ദീപ്തി ചോദിച്ചു, ഇന്ന് ചേച്ചി നേരത്തെ പോന്നോ? എന്ന് മോളി ഗൗരി പറഞ്ഞു. ബാഗ് കൊണ്ടുവച്ചിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി വായോ, ചേച്ചി ചായ ഉണ്ടാക്കാം. ഇനി ചായയും ചോറും ഉണ്ടാക്കി വീട്ടിലിരിക്കൽ തന്നെ ഇവളുടെ പണി, ഇവളെ അവിടുന്ന് പറഞ്ഞു വിട്ടു, പങ്കജം പറഞ്ഞു. അല്ലെങ്കിൽ ഇവളെ കണ്ടാൽ ആർക്കെങ്കിലും അവരുടെ ഓഫീസിൽ ജോലിക്ക് നിർത്താൻ തോന്നുമോ? ഐശ്വര്യമില്ലാത്തവൾ, വല്ല വീട്ടുജോലിക്കും വിട്ടാൽ മതി അമ്മേ, ദിയ പറഞ്ഞു. അത് കേട്ട് ഗൗരിക്ക് കരച്ചിൽ വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോൾ ദീപ്തി ചോദിച്ചു, എന്തിനാ ചേച്ചി അവിടുന്ന് പറഞ്ഞു വിട്ടത്? അതൊന്നുമില്ല, മോള് പോയി കുളിച്ചിട്ട് വായോ, ചേച്ചി ചായ ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞ് ഗൗരി അടുക്കളയിലേക്ക് പോയി. എടി, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവളെ ചേച്ചിയെന്ന് വിളിക്കരുതെന്ന്, പങ്കജം ദീപ്തിയോട് പറഞ്ഞു. അമ്മേ അമ്മയെന്ന് വിളിക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യണോ? ദീപ്തി ചോദിച്ചു. എടി, നിനക്ക് കുറച്ച് തർക്കുത്തരം കൂടുന്നുണ്ട്, പങ്കജം പറഞ്ഞു. അമ്മയെ കണ്ടല്ലേ ഞാനും പഠിക്കുന്നത് എന്ന് പറഞ്ഞ് ദീപ്തി അവളുടെ റൂമിലേക്ക് ഓടി. കോശി സാർ വൈകുന്നേരം ഫീൽഡിൽ നിന്ന് ഓഫീസിലെത്തി ദേവന്റെ ക്യാബിനിലേക്ക് ചെന്നു. ചെയറിലിരുന്നതിന് ശേഷം ബാഗിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ദേവന്റെ മുന്നിലേക്ക് വെച്ച് പറഞ്ഞു, ഇത് ആ മെഷീനറി ഫിറ്റിംഗ്സുകാരുടെ വർക്ക് എഗ്രിമെൻറ്റാ. മെഷീനറി ഫിറ്റിംഗ്സുകാരുടെ വർക്ക് എഗ്രിമെൻറ്റോ? ദേവൻ ചോദിച്ചു. പുതിയൊരു കസ്റ്റമറാ, CJ പ്രൊഡക്ഷൻസ്. അവരുടെ ഒരു പ്രൊജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് 2 സിറ്റിയിലും കൂടെ അധികം വൈകാതെ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അവർക്ക് മെഷീനറി ഫിറ്റിംഗ്സ് അടക്കം നമ്മൾ ചെയ്തു കൊടുക്കണം. കേട്ടപ്പോൾ അത് ക്യാൻസൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കൺസ്ട്രക്ഷൻ മൊത്തം നമ്മൾ ചെയ്തു കൊടുത്ത ശേഷം മെഷീനറി ഫിറ്റിംഗ്സ് ചെയ്യാൻ അറിയാവുന്നവരെ കൊണ്ട് അത് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചാൽ വർക്ക് നമുക്ക് തന്നെ കിട്ടുമല്ലോ എന്നൊരാലോചന വന്നു. അത് ഗൗരിയുടെ ഐഡിയ ആണ്, കോശി സാർ പറഞ്ഞു.